എല്ലാവർക്കും PSC റാങ്കറിലേക്ക് സ്വാഗതം. ഇന്ന് അതായത് 18/7/2026 PSC നടത്തിയിട്ടുള്ള പരീക്ഷയാണ്. 2-3 കാറ്റഗറികൾക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ള, അതായത് വേരിയസ് LGS ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്ക് വേണ്ടിയിട്ട്, പിന്നെ സ്റ്റോർമാൻ എന്നുള്ള പരീക്ഷ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ ബൈ ട്രാൻസ്ഫർ ഇതുള്ളവർക്ക് LDC, അങ്ങനെയുള്ള 2-3 കാറ്റഗറികൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷയാണ്. അപ്പോൾ ഈ പരീക്ഷ മൊത്തത്തിൽ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1,69,000 പേരാണ് ഇന്ന് രാവിലത്തെ സെഷനിൽ, പിന്നെ ഉച്ചരിഞ്ഞും അത്ര തന്നെ 1,69,000 പേര് ഉച്ചക്കത്തെ സെഷനിലും പരീക്ഷയുണ്ടതാണ്. അങ്ങനെ 2 സെഷനിലായിട്ട് സ്റ്റേജ് 1 സ്റ്റേജ് 2 ആയിട്ടാണ് ഇന്നത്തെ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ കാലത്തത്തെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു അനാലിസിസും കട്ട് ഓഫൊക്കെ എത്ര വരും നോക്കാനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ചോദിച്ചിട്ടില്ല. മിക്കവാറും എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അധികം ഡീപ്പായിട്ടൊന്നും പോകാതെ കുറച്ച് നല്ല ഡയറക്റ്റായിട്ട് തന്നെ ഉള്ള ചോദ്യങ്ങൾ, സാധാരണ റാങ്ക് ഫയലൊക്കെ പഠിച്ച ഒരാൾക്ക് തന്നെ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങി സ്കോർ ചെയ്ത് പ്രിലിംസ് പാസ്സാവാൻ പറ്റിയ രീതിയിലുള്ള പരീക്ഷയായിരുന്നു. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറിന് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡും ഉണ്ട്, നല്ല ഇതായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. മാത്സൊക്കെ സാധാരണ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായി അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ളൊരു ഇതായിരുന്നു മാത്സ്. പിന്നെ ഇംഗ്ലീഷും മറ്റേ മലയാളം റീജിയണൽ ലാംഗ്വേജ് പരീക്ഷയ്ക്ക് ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ജനറൽ നോളേജിൽ നിന്ന് തന്നെയാണ് കൂടുതൽ ഭാഗവും ചോദിച്ചിട്ടുള്ളത്. മിക്കവാറും എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു അനാലിസിസും കട്ട് ഓഫൊക്കെ എത്ര വരും നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അധികം ഉണ്ടായിരുന്നില്ല, ഉള്ളതിൽ തന്നെ ചിലത് ഇത്തിരി ടഫ് തന്നെയായിരുന്നു. പിന്നെ മാത്സ് ഈസി ആയിരുന്നു. പിന്നെ സയൻസാണ് കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറയാനുണ്ടായിരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് 75% ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അത്യാവശ്യം ഒരു റാങ്ക് ഫയൽ പഠിച്ചു പോയിട്ടുള്ളൊരു കുട്ടിക്ക് തിരക്കേടില്ലാത്ത മാർക്ക്, ശരാശരി മാർക്കൊക്കെ വാങ്ങി അല്ലെങ്കിൽ നല്ല സ്കോറ് നേടാൻ പറ്റുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അതിൽ സയൻസ് മാത്രമാണ് കുറച്ച് ടഫ് എന്ന് പറയാനുണ്ടായിരുന്നത്. പിന്നെ കേരള ചരിത്രം, നവോത്ഥാനം, അതിലൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ മിക്കവാറും ഒക്കെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷാ പേപ്പർ അത്ര ടഫായി എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നല്ല സ്റ്റാൻഡേർഡും ഉണ്ട്, നല്ല ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു ഇന്നത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇംഗ്ലീഷും റീജിയണൽ ലാംഗ്വേജ് മലയാളം അതൊന്നും ഇല്ലാത്ത കാരണം തന്നെ ജനറൽ നോളജിനും കറണ്ട് അഫെയർസിനും കേരള റിനൈസൻസിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അതും കുറേ ഭൂരിഭാഗവും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഒരു 75% ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടിക്കാതെ തന്നെ രാവിലത്തെ പരീക്ഷ എഴുതിയവർക്ക് എഴുതാൻ സാധിച്ചു. ഇനി നമുക്ക് ഓരോ പാർട്ടിയിൽ നിന്നും എത്ര മാർക്ക് വീതം വാങ്ങി നമുക്ക് കട്ട് ഓഫ് എത്രയാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഭാഗം ജനറൽ നോളേജ് സെക്ഷനാണ്. 60 മാർക്കിൽ ഒരുവിധം ഞാൻ പറഞ്ഞല്ലോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഭൂരിഭാഗം ചോദിച്ചിട്ടുള്ള കാരണം ഏകദേശം ഒരു 40 മാർക്ക് എങ്ങനെയായാലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഈ സെക്ഷനിൽ നിന്ന് ജനറൽ നോളജ്, കറണ്ട് അഫെയർസ്, കേരള റിനൈസൻസ് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നാച്ചുറൽ സയൻസ് അതിൽ നിന്ന് ഏകദേശം ഒരു 6 മാർക്ക് എങ്ങനെയായാലും സ്കോർ ചെയ്യാം. ഫിസിക്കൽ സയൻസാണ് കുറച്ച് ബുദ്ധിമുട്ടിച്ചത്, അപ്പോൾ ഒരു 4 മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാം. പിന്നെ മാത്സ് അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു, അപ്പോൾ ഒരുവിധം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഒരു 7 മാർക്കിൻ്റെ അടുത്ത് 6-7 മാർക്കൊക്കെ എങ്ങനെയായാലും സ്കോർ ചെയ്യാം. പിന്നെ മെൻ്റൽ എബിലിറ്റി അതും ഒരു കുഴപ്പമില്ല, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു 5 മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 40, 6, 46, 4, 50, 57, 5, 62. അപ്പോൾ ഈ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയണത് ഏകദേശം, പിന്നെ ഇത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണല്ലോ, അപ്പോൾ കട്ട് ഓഫ് 60-നും, ഇതിന് മെയിൻ പരീക്ഷകൾ ഇനി വേറെ ഉണ്ടല്ലോ, അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരു 60-ൻ്റെയും 65-ൻ്റെയും ഇടയിൽ വരാൻ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധ്യത. അപ്പോൾ 60-നും 65-ൻ്റെ ഇടയിൽ വരാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പരീക്ഷയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇതിൻ്റെ പ്രൊവിഷൻ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതൊന്ന് കമൻസിലിട്ടാൽ നല്ലതായിരുന്നു.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.